റജബ് മാസത്തില് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ ഒരു ദിവ്യാനുഭൂതി ലഭിച്ച അല്ലെങ്കിൽ അത് അനുസ്മരിക്കപ്പെടുന്ന ഒരു മാസമാണ് നബിയുടെ ഇസ്രാ മിഅ്റാജ് അനുസ്മരിക്കപ്പെടുന്ന ഒരു മാസമാണ് റജബ് മാസം. എന്താണ് ഇസ്രാ മിഅ്റാജ്? അതൊന്നും വിശദീകരിക്കാൻ ഇവിടെ ടൈം ഇല്ല. എന്നിരുന്നാലും അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തായ നാം, അവിടുത്തെ മുഹിബ്ബീങ്ങളായ നാം ചെറിയ രൂപത്തിൽ അതിന്റെ ഗാംഭീര്യം മനസ്സിലാക്കൽ അനിവാര്യമാണ്. ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിങ്കളാഴ്ച രാവ്, എല്ലാവരും ഉറങ്ങിയ ശേഷം മുത്തുനബിയും ഉറങ്ങിയിട്ടുണ്ട്, രാത്രി പകുതിയായ ശേഷം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ നിന്ന് റസൂലുള്ളാഹിയെ തട്ടി ഉണർത്തുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, മുത്തുനബിയെ എടുത്തുകൊണ്ട് പോകുന്നു. രണ്ട് മലക്കുകൾ എടുത്തുകൊണ്ടുപോയി ഹിജ്റു ഇസ്മായിൽ എന്ന് പറയുന്ന കഅബയുടെ ഉൾഭാഗത്ത് പെടുന്ന ഹിജ്റു ഇസ്മായിൽ, ആ ഭാഗത്ത് അല്ലാഹുവിന്റെ ഹബീബിനെ അവിടെ കിടത്തുന്നു. അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തനബി സല്ലല്ലാഹു, പല സംഭവം ഉണ്ടായിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരെ ജെറൂസലേമിലേക്ക് കൊണ്ടുപോവുകയാണ്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോവുകയാണ്. ബൈത്തുൽ മുഖദ്ദസും കഅബാലയും തമ്മിലുള്ള അകലം ഒരു മാസത്തെ വൈദൂരമാണ്. അന്ന് ഒരു മാസം യാത്ര ചെയ്താൽ മാത്രമേ മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക് എത്തുകയുള്ളൂ. വേറെ ഒരു വഴിയുമില്ല. ഒരു മാസത്തേക്കാൾ ചുരുങ്ങിയ രൂപത്തിൽ ഒരിക്കലും എത്താൻ കഴിയില്ല. ബൈത്തുൽ മുഖദ്ദസിൽ പോയി തിരിച്ചു വരാനും ഒരു മാസം. അപ്പൊ ഞാൻ ബൈത്തുൽ മുഖദ്ദസ് പോയി എന്നൊരാൾക്ക് പറയണമെങ്കിൽ 2 മാസം അദ്ദേഹം നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. ആ 2 മാസം യാത്ര ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു വാദം വാദിക്കാൻ കഴിയൂ. ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. അഥവാ മസ്ജിദുൽ അഖ്സ എന്ന അറബികള് ബൈത്തുൽ മുഖദ്ദസിനെ പറ്റി പറയാറുള്ളത് എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാസമൊക്കെ 30 ദിവസം, ഒരു മാസം നീണ്ടു നിൽക്കുന്ന യാത്ര എന്ന് പറയുന്നത് അവര് വിശേഷിപ്പിക്കുക അൽ അഖ്സ എന്ന ഏറ്റവും വിദൂരം എന്ന് അവർ വിശേഷിപ്പിക്കുക. അപ്പൊ അത്ര വിദൂരത്തുള്ള പള്ളിയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുങ്ങിയ സമയം കൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് ബുറാഖിന്റെ മുകളിലായി മസ്ജിദുൽ അഖ്സയിലെത്തും. ആ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുപോയ മുഴുവൻ അംബിയാ മുർസലീങ്ങളെയും ആ പള്ളിയിൽ വെച്ച് കണ്ടു. അവരെല്ലാം അല്ലാഹു തആല അവിടെ ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു. മുത്തനബിക്ക് മരിച്ചുപോയ അംബിയാ മുർസലീങ്ങളൊക്കെ ഇപ്പോഴും ഹയാത്തിലാണ് എന്നതിന് തെളിവാണത്. അംബിയാ മുർസലീങ്ങളും ഔലിയാ ഒക്കെ അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവരുടെ മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺമുമ്പിൽ നിന്ന് അവർ മറഞ്ഞു. അവർ മറ്റൊരു ലോകത്ത് ജീവിച്ചിരിക്കുന്നു. അവരെ കാണാൻ കഴിവുള്ള കണ്ണുകൾ ഇപ്പോഴും അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ശൈഖ് ഇബ്നുൽ അറബി റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, ഞാൻ ഈസാ നബി അലൈഹിസ്സലാമിനെ ഉണർവിൽ കണ്ടു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഉണർവിൽ കണ്ടു, പല കാര്യങ്ങളും ഞാൻ സംസാരിച്ചു എന്നൊക്കെ എത്ര മഹാന്മാരാ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർവിൽ കണ്ടു എത്ര മഹാന്മാരാ പറയുന്നത്. അപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയിൽ എത്തിയപ്പോ അവിടെ എല്ലാ അംബിയാ മുർസലീങ്ങളും സൊഫട്ടി മുത്തനബിക്ക് പിന്നിൽ വെച്ച് നിസ്കരിക്കാൻ അവരൊരുങ്ങി. അങ്ങനെ ആ നിസ്കാരം കഴിഞ്ഞ് പിന്നെ ആകാശം തന്നെ ഇവിടെ ഈ കാണുന്നത് നമ്മൾ മേലെ കാണുന്നതാണോ ആകാശം? എവിടെയാണ് ആകാശം? ഭൂമിയും ആകാശവും എത്ര അകലെ നിൽക്കുന്നത്? ഭൂമിയിൽ നിന്ന് ആകാശത്തിന്റെ എത്രയോ ചുവടെയാണ് ഗാലക്സികളും നക്ഷത്രങ്ങളും സൂര്യ നക്ഷത്ര ചന്ദ്രാദികളൊക്കെ ഉള്ളത്. അതറിയോ നിങ്ങൾ? നാം കാണുന്ന സൂര്യനും എല്ലാ നക്ഷത്രങ്ങളും ഗാലക്സികളും ആകാശത്തിന്റെ എത്രയോ ചുവടെയാണ്. ഒന്നാം ആകാശത്തിൽ 2025 കഴിഞ്ഞ വർഷം ഇന്ത്യയിലുള്ള ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു
ഒരു ഗാലക്സി 1200 കോടി പ്രകാശവർഷം അകലെയുള്ള ഒരു ഗാലക്സി. എത്ര? 1200 കോടി പ്രകാശവർഷം അകലെ നിൽക്കുന്ന ഭൂമിയിൽ നിന്നും 1200 കോടി പ്രകാശവർഷം അകലെ നിൽക്കുന്ന ഒരു ഗാലക്സിയെ ഇന്ത്യയിലുള്ള ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. ഗാലക്സി നക്ഷത്ര വ്യൂഹം. ഈ ഗാലക്സി ആകാശത്തിന്റെ ചുവടയാണ്. ഈ കണ്ടുപിടിച്ച ഗാലക്സി 1200 കോടി പ്രകാശവർഷം ദൂരെ നിൽക്കുന്ന ഗാലക്സി ആകാശത്തിന്റെ ചുവടയാണ്. അത് ഈ പ്രകാശവർഷം, ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശവർഷം. പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. ഒരു സെക്കൻഡിൽ പ്രകാശവർഷം 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. നമ്മൾ ലൈറ്റ് ഇട്ടാൽ, ഒരു ലൈറ്റ് നമ്മൾ ഇവിടെ ഓൺ ചെയ്താൽ ആ പ്രകാശം, അതിന്റെ രശ്മി ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ അകലെത്തും. ഒരു സെക്കൻഡിൽ. അങ്ങനെ ഒരു പ്രകാശവർഷം ആ സെക്കൻഡ് അങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ ഈ പ്രകാശം എവിടെ എത്തും? ഒരു വർഷം കൊണ്ട് എവിടെ എത്തും? ഒരു വർഷം കൊണ്ട് ഈ പ്രകാശം 9.5 ലക്ഷം കോടി 9.5 ലക്ഷം കോടി 9.5 കോടിയല്ല, 9.5 ലക്ഷമല്ല, 9.5 ലക്ഷം കോടി അകലെ ഒരു വർഷം കൊണ്ട് പ്രകാശം എത്തും. അതിനാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എല്ലാ ബിസിനസ്സും കണക്കൂട്ടാൻ നമുക്ക് വേഗം കഴിയുമല്ലോ. ഇതൊന്ന് കണക്കൂട്ടി നോക്കി നിങ്ങൾ. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് എത്ര അകലെ നിൽക്കുന്നത്? 9.5 ലക്ഷം കോടി കിലോമീറ്റർ. 9.5 ലക്ഷം കോടി കിലോമീറ്ററാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കിലോമീറ്ററുകൾ അല്ലെങ്കിൽ പ്രകാശവർഷങ്ങൾ 1200 കോടി പ്രകാശവർഷം അകലെയാണ് ആകാശം നിൽക്കുന്നത് എന്നല്ല ഞാൻ പറഞ്ഞത്. അകലെയാണ് ഒരു ഗാലക്സി നിൽക്കുന്നത്. ആ ഗാലക്സിയെ ഇന്ത്യയിലുള്ള ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. അത്യാധുനിക മാധ്യമങ്ങളിലൂടെ കണ്ടുപിടിച്ചു. അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു, അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ എവിടെയാണ് ആകാശം? അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അസ്റാ ബി അബ്ദിഹി ലൈലൻ, രാത്രിയുടെ അല്പ ടൈമിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാത്രിയുടെ അല്പ ടൈമിൽ പ്രയാണം നടത്തി അല്ലാഹു തആല മിനൽ മസ്ജിദുൽ ഹറാം ഇലൽ മസ്ജിദുൽ അഖ്സ. ഒരു രാത്രി ഫുള്ളല്ല, രാത്രി പകുതിയായ ശേഷമാണ് എഴുന്നേറ്റ് പോകുന്നത്. സുബഹിയാകുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രകാശവർഷങ്ങളൊക്കെ താണ്ടി തിരിച്ചു വന്നു. ഇത് വിശ്വസിക്കാൻ കഴിയുമോ? അന്നത്തെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി എന്ന് തന്നെ അവിടെയുള്ള അവിശ്വാസികൾ, മുശ്രിക്കുകൾ വിശ്വസിച്ചില്ല. ഇത് അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം നൽകിയ ഒരു മഹത്വമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ആകാശ ലോകങ്ങളെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഭൂമിയിൽ ഇരുന്നു കൊണ്ട് കണ്ടിട്ടുണ്ട്. വകദാലിക നുരി ഇബ്രാഹിമ മലകൂത്തസ് സമാവാത്ത്. ഒരൊറ്റ നബിക്കും അല്ലാഹു തആല ഭൂമിയിൽ നിന്ന് ശരീരത്തോടു കൂടെയും ആത്മാവോട് കൂടെയും, ആത്മാവ് മാത്രമല്ല ശരീരവും ആത്മാവും നാം ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന അതേ വിധത്തിൽ ശരീരത്തോടു കൂടെയും ആത്മാവോടു കൂടെയും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രി മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 1-ാം ആകാശത്തിലേക്ക് പോയി. അങ്ങനെ 7 ആകാശത്തേക്കും പോയി. അപ്പോൾ ഭൂമിയുടെയും 1-ാം ആകാശത്തിൻ്റെയും ഇടയിൽ എത്ര പ്രകാശവർഷമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമുക്കാർക്കും സംസാരിക്കാൻ കഴിയില്ല. അത്രയും അകലെ ആണ് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 1-ാം ആകാശത്തേക്ക് തന്നെ എത്തുന്നത്. പിന്നെ അത്ര വൈദൂരം 2-ാം ആകാശത്തേക്കുണ്ട്, അത്ര വൈദൂരം 3-ാം ആകാശത്തേക്കുണ്ട്. അതൊക്കെ കഴിഞ്ഞ്
7 ആകാശം കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വൈദൂരം അർശിലേക്കുണ്ട്. പിന്നെ അർശ് കഴിയണമെങ്കിൽ ഈ 7 ആകാശവും ഭൂമിയും എല്ലാം, 7 ആകാശങ്ങളും 7 ഭൂമികളും എല്ലാം കൂടിയ കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ആ പ്രകാശവർഷങ്ങൾ ഫുൾ കഴിയണം അർശ് കഴിയണമെങ്കിൽ. ഫുൾ കഴിയണം എന്ന് പറഞ്ഞാൽ പറയാ ആകാശഭൂമികളൊക്കെ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എത്രയോ ഇരട്ടി വലിപ്പമുള്ളതാണ് അർശ് എന്ന് പറയുന്നത്. ആ അർശും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് അർശ് മുതൽക്ക് ഭൂമി വരെ ഉള്ള വൈദൂരം അതെത്രയുണ്ടോ അതിൻ്റെ 10 മടങ്ങ് വലുതാണ് അതിൻ്റെ അപ്പുറത്തേക്കുള്ളത്. അതും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയി. من قاب قوسين لم تدرك ولم ترمي وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي. എവിടെ എത്തിയത്? പ്രപഞ്ചത്തിന്റെ ലാസ്റ്റ്, ഈ പ്രപഞ്ചത്തിന്റെ അവസാനം എവിടെയാണോ ഈ പ്രപഞ്ചത്തിന്റെ എൻഡിങ് പോയിന്റ്, അവിടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. ആ എൻഡിങ് പോയിന്റിന്റെ പേരാണ് ഖാബു ഖൗസൈൻ, പ്രപഞ്ചമാകുന്ന കൗസും പ്രപഞ്ചേതരമാകുന്ന കൗസും. ആ 2 കൗസിന്റെ അടുത്ത് പ്രപഞ്ചമാകുന്ന കൗസും പ്രപഞ്ചേതരമാകുന്ന കൗസും, ആ 2 കൗസിന്റെ ഇടയിലുള്ള മധ്യസ്ഥനായി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിൽക്കുക. അവിടെ വെച്ചാണ് സംസാരിച്ചത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞു, അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. അള്ളാഹുവിനോട് അഭിവാദ്യം പറഞ്ഞു. അള്ളാഹിനോട് അസ്സലാമു അലൈക്കും എന്നല്ല പറയാം. ഓരോരുത്തരോടുള്ള സലാം വ്യത്യാസമുണ്ട്. മുത്തനബിനോടുള്ള സലാം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തനബിനോട് സലാം പറയാം. ചിലർ സിയാറത്ത് ചെയ്യുമ്പോൾ സലാം പറച്ചിൽ അവർക്ക് അറിയില്ല. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന ചിലർ സലാം. അങ്ങനെ ഒരു സലാമുണ്ടോ? അത് സലാമല്ല, അത് സ്വലാത്ത. അങ്ങനെ സലാമില്ല. റൗദാ ശരീഫ് ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാൻ തൗഫീഖ് തരണേ എന്നൊക്കെ ദ്വാരക്കലുണ്ട്. അതെന്ത് തൗഫീഖാ? അങ്ങനെ സലാം പറച്ചിൽ. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല സലാം പറയാൻ. സലാം പറയേണ്ടത് അല്ലാഹു തആല റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞു. അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. ഖാബു ഖൗസൈനി എന്ന് പറയുന്ന ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ എൻഡിങ് പോയിന്റിലേക്ക് എത്തുമ്പോൾ അവിടെ പിന്നെ ലോകത്തെ കാണാനില്ല. പിന്നെ ലോകമാകുന്ന അള്ളാഹുവിനെ അവിടെ വെച്ച് കണ്ടു. അവിടെ എന്ന് പറയുന്നത് തന്നെ കഴിഞ്ഞു. ലോകമില്ല, സ്ഥലമില്ല, സമയമില്ല. സ്ഥലവും സമയവും ലോകവും എല്ലാം അവസാനിക്കുന്ന എൻഡിങ് പോയിന്റിലെത്തി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞ വാക്കാണ് അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത് ചില്ലറ വാക്കാ. അവിടെ വെച്ച് പറഞ്ഞ വാക്കാണ് അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. ഇതൊന്ന് മനസ്സിലാക്കി. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ചത്തിൻ്റെ എൻഡിങ് പോയിന്റിൽ വെച്ച് അള്ളാഹുവിനെ ദർശിച്ചു, അള്ളാഹുവിനെ കണ്ടു. അതാ മിഅ്റാജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഭൂതിയാണ്. മുത്തനബി തീരെ അനുഭവിക്കാത്ത അനുഭൂതി എന്നും പറഞ്ഞുകൂടാ. അതിൻ്റെ മുമ്പ് തീരെ അനുഭവിക്കാത്ത അനുഭൂതി എന്നും പറഞ്ഞുകൂടാ. എന്തുകൊണ്ട്? അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിനെ ആദ്യം കണ്ട്. ആദ്യം തന്നെ പഠിച്ചത് റസൂലുള്ളാഹിനെ. അവിടെ തന്നെ പഠിച്ചത്. എവിടെ? ഇപ്പൊ പോയല്ലോ, മിഅ്റാജിന്റെ അന്ന് പോയില്ലേ? എവിടെ എത്തി? എൻഡിങ് പോയിന്റിലെത്തി. പ്രപഞ്ചത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി. അതന്നെ എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടു പോകുമ്പോൾ എൻഡിങ് പോയിന്റ്, അത് സ്റ്റാർട്ടിങ് പോയിന്റ് ആയിരുന്നു. അവിടെയാണ് പഠിച്ചു വെച്ചത്. ഇപ്പൊ അള്ളാഹുവിനെ ആദ്യം കണ്ടതും അള്ളാഹിന്റെ ശബ്ദം എന്ന് പറയോ, ശബ്ദതുല്യമായത്, അള്ളാഹുവിനെ ആദ്യം ശ്രവിച്ചതും അള്ളാഹുവിനെ ആദ്യം ദർശിച്ചതൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടെ വെച്ച് ദുനിയാവിലേക്ക്, ഭൂമിയിലേക്ക് വന്നതിൻ്റെ ശേഷം, അത് ദുനിയാവല്ല, ദുനിയാവ് എന്ന് പറയുന്നത് 7-ാം ആകാശത്തിൻ്റെ
ചോടുള്ള 7 ആകാശം മുതൽക്കുള്ള ഇതിനെ ദുനിയാവ് എന്ന് പറയാം. അതിൻ്റെ അപ്പുറത്തുള്ള ഇതിനെ ദുനിയാവ് എന്ന് പറയില്ല. അപ്പോൾ ദുനിയാവിലേക്ക് വന്ന ശേഷം ശരീരത്തോടുകൂടെ, അന്ന് ശരീരത്തോടു കൂടെ അല്ല ഉള്ളത്, ശരീരത്തോടുകൂടെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി അള്ളാഹുവിൻ്റെ മുന്നിൽ പറഞ്ഞ ഒരു വാക്കാണ് അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാഹ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ചത്തിൻ്റെ എൻഡിങ് പോയിന്റിലെത്തിയപ്പോൾ അവസാനം വരെ കടന്നു ചെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല മുത്തനബിയോട് പറഞ്ഞു മറുപടി, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ പിന്നെ പല സംസാരം അവിടെ ഉണ്ടായിട്ടുണ്ട്. പറയാൻ സമയമല്ലേ, ഞാനിതിൻ്റെ പോയിൻ്റായ ഭാഗം മാത്രം പറയാം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ വെച്ച് 50 വഖത്ത് നിസ്കാരം കൊടുത്തത്. 50 വഖത്ത്. ആ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ മൂസാ നബി പറഞ്ഞു, ആകാശത്ത് മൂസാ നബി ഉണ്ടല്ലോ, മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന് ഒരു വഖത്ത് നിസ്കാരത്തിൻ്റെ കൊടുത്തിട്ട് അവരത് എടുത്തിട്ടില്ല, എൻ്റെ ഉമ്മത്ത് അത് പൂർണ്ണമായി പാലിച്ചിട്ടില്ല, അവരെ കൊണ്ട് ഞാൻ കുടുങ്ങിയിരിക്കണം. അതുകൊണ്ട് നബി ഈ 50 വഖത്തൊന്നും ഒരിക്കലും ഉമ്മത്ത് ഏറ്റെടുക്കൂല, അവരെ കൊണ്ട് കഴിയൂല, നിങ്ങൾ ചുരുക്കി തരാൻ പറയും. അങ്ങനെ 50 വഖത്തുകൾ ചുരുക്കി 45 പിന്നെ 40 പിന്നെ 35 അങ്ങനെ ചുരുക്കി അവസാനം 5 വഖത്തായി. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ മൂസാ നബി പറഞ്ഞു, നബി ഈ 5 വഖത്തും കൊണ്ടുപോകാൻ കഴിയൂല. മുത്തുനബി പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് പോകൂല, ചുരുക്കാൻ വേണ്ടി തേടൂല, എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. അങ്ങനെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. 5 വഖത്ത് എത്തിയപ്പോൾ അള്ളാഹ് പറഞ്ഞുകള്, ഇത് 5 വഖത്താണെങ്കിലും 50 വഖത്തിൻ്റെ പ്രതിഫലത്തിനുണ്ട്. ഒരു വഖത്തിന് തന്നെ 10 ഇരട്ടി പ്രതിഫല, ഒരു വഖത്തിന് 10 ഇരട്ടി പ്രതിഫലമാണ്. അപ്പൊ 50 വഖത്തിന്റെ പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞു. 50 റക്അത്ത് ഇപ്പോഴും ഉണ്ട്, 50 റക്അത്ത് ഇപ്പോഴും ഉണ്ട് അല്ലേ? 5 വഖത്ത് നിസ്കാരവും അതിൻ്റെ റവാത്തിബ്, മുഅക്കദ റവാത്തിബും അല്ലാത്ത റവാത്തിബും 11 റക്അത്ത് വിത്റും കൂട്ടിയാൽ റവാത്തിബൊക്കെ അബൂ ഹനീഫ തങ്ങളെ മദ്ഹബിൽ ഒഴിവാക്കിയ കുറ്റ, വിത്ർ ഒഴിവാക്കിയ കുറ്റാണ് അബൂ ഹനീഫിന്റെ മദ്ഹബിൽ. അതുകൊണ്ട് 50 വഖത്ത് ഇല്ലെങ്കിലും 50 റക്അത്ത് ഉണ്ട്. അത് നിസ്കരിക്കാൻ വേണ്ടി മുഅ്മിനീങ്ങൾ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ട് അള്ളാഹു തആല ക്ഷണിച്ചു വരുത്തി കൊടുത്ത ഒരു വലിയ ആരാധനയാണ് ഏത്? നിസ്കാരം. അപ്പം അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം, നിസ്കാരത്തിൻ്റെ മഹത്വം അതിന്ന് മനസ്സിലാക്കാം. നോമ്പ് നിർബന്ധാക്കാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല, ഹജ്ജും നിർബന്ധാക്കാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല, ഒരു ആരാധനയും നിർബന്ധാക്കാൻ റസൂലുള്ളാഹിനെ അല്ലാഹു തആല ഡയറക്റ്റ് വിളിച്ചിട്ട് അതിൻ്റെ അടുത്തൊന്നും ജിബ്രീൽ അലൈഹിസ്സലാമില്ല. ജിബ്രീൽ ഇസ്ലാമിന് റസൂലും പറയുന്നത് കേൾക്കാനും കഴിയൂല. കാരണം ജിബ്രീൽ ഇസ്ലാം 7ാം ആകാശത്തിൻ്റെ അവിടെയുള്ളത്, അതിൻ്റെ അപ്പുറത്ത് സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ എൻഡാണത്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയൂല. ഞാനൊരു ചാണ് അങ്ങോട്ട് വന്നാൽ ഞാൻ കരിഞ്ഞു പോകുന്ന ജിബ്രീൽ ഇസ്ലാം എന്ന് മുത്തനബിനോട് പറഞ്ഞു. അങ്ങനെ അള്ളാഹുവും റസൂലും മാത്രം, അള്ളാഹു തആല മുത്തനബിയെ ഡയറക്റ്റ് വിളിച്ചു കൊടുത്ത ഒരു ഹദിയയാണ്, ഉമ്മത്തിന് വേണ്ടി നൽകിയ ഒരു വലിയ സമ്മാനമാണ് നിസ്കാരം. അതിന്ന് മനസ്സിലാക്കുക, നിസ്കാരത്തിന് വലിയൊരു സിറുണ്ട്, നിസ്കാരത്തിന് വലിയൊരു രഹസ്യമുണ്ട്. അപ്പൊ നിസ്കരിക്കാത്ത ഔലിയാക്കന്മാരില്ല. ഔലിയാക്കന്മാർ എമ്പാടും നിസ്കരിച്ചിട്ടാ വലിയാകുന്നത്. പിന്നെ എങ്ങനെ അവർ നിസ്കാരം ഒഴിവാക്കണേ? നിസ്കാരം ഇല്ല എന്ന് പറയുന്നു, നിസ്കരിക്കണ്ട എന്ന് പറയുന്നു. പക്ഷെ ഔലിയാ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടോളുന്നില്ല, നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്ന് നിസ്കരിച്ചോളുന്നില്ല. വലിയാണിന്റെ മുമ്പ് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തു നിന്നൊക്കെ നിസ്കരിച്ചിട്ടുണ്ടല്ലോ. ആ ഫർള് ഏറ്റുവാങ്ങി സുബഹിയുടെ മുമ്പായിട്ട് മക്കയിൽ തിരിച്ചെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോടാനുകോടി എന്ന് നമുക്ക് പറയാൻ സാധിക്കും മലയാളത്തിൽ. നമ്മൾ സാധാരണ ഭാഷയിൽ മലയാളത്തിൽ അങ്ങനെ പറയാൻ കഴിയും. കോടാനുകോടി പ്രകാശവർഷങ്ങളും കിലോമീറ്ററുകളും താണ്ടി
അകലെയുള്ള ഒരു ഭാഗത്തേക്കാണ് റസൂലുള്ള പോയി വന്നത്. അപ്പൊ അത് സാധിക്കുമോ? ക്വാണ്ടം ഫിസിക്സ് ഇന്ന് ആധുനിക ശാസ്ത്രം വികസിച്ച് ക്വാണ്ടം ഫിസിക്സ് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുന്ന സാഹചര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ചികിത്സാ രംഗത്തൊക്കെ ക്വാണ്ടം ഫിസിക്സിലൂടെ പല കണ്ടുപിടുത്തങ്ങളും പരിശോധനകളും നടന്നുകൊണ്ടിരിക്കുന്നു. ക്വാണ്ടം ഫിസിക്സിൽ പറയുന്നുണ്ട് അത് സാധ്യമാണ്. പ്രകാശവർഷത്തിന് കൂടെ ഒരു ശരീരമുള്ള വസ്തുവിന് അല്ലെങ്കിൽ മനുഷ്യന് ക്വാണ്ടം ഫിസിക്സ് പറയുന്നുണ്ട് അത്ര ദൂരെ സഞ്ചരിക്കാൻ സാധിക്കും. പക്ഷേ ശരീരം ഊർജത്തിൻ്റെ രീതിയിലായി മാറുകയും വീണ്ടും ഊർജം ശരീരത്തിൻ്റെ രീതിയിലായും മാറുന്ന അവസ്ഥക്ക് ഉണ്ട് എന്ന്. അങ്ങനെ പല വിശകലനവും ക്വാണ്ടം ഫിസിക്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ക്വാണ്ടം ഫിസിക്സ് ശരിവെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് അസംഭവ്യമല്ല. ഒരു 100 വർഷം മുമ്പ് ജീവിച്ച ചില മുസ്ലിം നാമധാരികൾ അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിത വേഷധാരികൾ ഇസ്രാ മിഅ്റാജ് അസംഭവ്യമാണ് എന്ന് പറഞ്ഞ് നിഷേധിച്ചു. മിഅ്റാജ് അസംഭവ്യമാണ് എന്ന് നിഷേധിച്ചു. അന്ന് ശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടില്ല. ശാസ്ത്രം പുരോഗമിക്കേണ്ട ആവശ്യമുണ്ടോ? ശാസ്ത്രം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സങ്കല്പിക്കുക. അത് അള്ളാഹുവിൻ്റെ കുദറത്താണ്. അള്ളാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ കുദറത്താണോ 7 ആകാശത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞു. അതിലെന്തിനാ ശാസ്ത്രത്തിൻ്റെ ആവശ്യം? ചിലർ പറയും, അല്ലെങ്കിൽ പലരും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രി പ്രകാശത്തിന്റെ സ്പീഡിലാണ് റസൂലുള്ളാഹി പോയത്. അത് അബദ്ധാണ്, അത് ഭീമാബദ്ധമാണ്. കേരളത്തിലുള്ള ഒരു ശാസ്ത്രജ്ഞൻ തന്നെ മിഅ്റാജിനെ പറ്റി അങ്ങനെ പ്രസംഗിക്കുന്നതായി ഞാൻ കേട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാണ്. നൂറായ മുത്തുനബി പ്രകാശത്തിന്റെ സ്പീഡിലാണ് ഇസ്രാ മിഅ്റാജ് നടത്തിയത്. അത് അബദ്ധമല്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അത് അബദ്ധമാണ്. കാരണം ഈ ഭൂമിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു നക്ഷത്ര വ്യൂഹം ഗാലക്സിയിലേക്ക് 1200 പ്രകാശവർഷം ദൂരമുണ്ട് എന്ന് പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പ്രകാശത്തിന്റെ സ്പീഡിൽ പോകുന്നത്? പ്രകാശത്തിന്റെ സ്പീഡിൽ പോകുമ്പോൾ കോടാനുകോടി വർഷം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ ഭൂമിയിലേക്ക്. കാരണം പ്രകാശത്തിന് അത്ര ദൂരം സഞ്ചരിക്കണം. ഇമാം ബൂസീരി പറഞ്ഞില്ലേ, ഒരൊറ്റ നബിക്കും ഒരൊറ്റ വലിയനും എത്തിപ്പെടാൻ കഴിയാത്ത അത്രയും മേഖലയിലേക്ക്, ലെവലിലേക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി എന്ന് പറഞ്ഞില്ലേ. അങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശവർഷത്തിലാണ് പോയത് എങ്കിൽ കോടാനുകോടി പ്രകാശവർഷം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ. അപ്പോൾ പ്രകാശവർഷം എന്ന് അതിനെ പറയാൻ പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ സ്പീഡിലാണ് പോയത്. പ്രകാശമൊക്കെ റസൂലുള്ളാഹിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാഥാർത്ഥ്യം പ്രകാശം എന്ന് പറയാൻ പറ്റുമോ? നീ കാണുന്ന ഈ പ്രകാശമല്ല. റസൂലുള്ളാഹിയുടെ യാഥാർത്ഥ്യം റസൂലുള്ളാഹി നൂറുൽ അൻവാർ. ലോകത്ത് കാണുന്ന ഗാലക്സികളുടെയും സൂര്യനക്ഷത്ര ചന്ദ്രാദികളുടെയും ഒക്കെ പ്രകാശം അതിൻ്റെ ഉറവിടമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിയുടെ യാഥാർത്ഥ്യം പ്രകാശമല്ല. നിനക്ക് മനസ്സിലാക്കിയ നീ കണ്ടതോ കേട്ടതോ ആയ പ്രകാശമല്ല. അത് വേറെ ഒരു വസ്തുവാണ്. അതിന്റെ സ്പീഡിലാണ് പോയത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് നടത്തിയത് പ്രകാശത്തിന്റെ സ്പീഡിലല്ല, റസൂലുള്ളാഹിയുടെ സ്പീഡിൽ. വേറൊരു വസ്തുവിനോടും അതിന്റെ സ്പീഡ് അളക്കാൻ സാധ്യമല്ല. നൂറ് മുഹമ്മദിയുടെ സ്പീഡ് ഒരു വസ്തുവിനും ഇല്ല. ആ സ്പീഡിലാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രി പോയി വന്ന് നമുക്ക് നിസ്കാരം തന്നു. ഹിജ്റ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന 1 വർഷം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്.
അതുണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ഭൂമിയിലേക്ക് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിൻ്റെ ശേഷം റസൂലുള്ളാഹിക്ക് കുറേ പ്രയാസങ്ങളൊക്കെ ആ സമയത്ത്, പല ദുഃഖങ്ങളും പ്രയാസങ്ങളും മുത്തുനബിയെ വലയം ചെയ്ത, മാനസികമായ പല ഭാരങ്ങളും വലയം ചെയ്ത ഒരു സാഹചര്യത്തിലാണ് അല്ലാഹു തആല ഈ യാത്ര ഒരുക്കിയത്. അത് നല്ലതാ. വീട്ടിലൊക്കെ നമ്മളെ ഭാര്യമാരും മക്കളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അവരെങ്ങനെ ഒരു യാത്രയ്ക്ക് ഇസ്രാ മിഅ്റാജ് നടത്താൻ കഴിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവരെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോയി ഒരു യാത്രയൊക്കെ ചെയ്ത് അവരെ ഒന്ന് മനസ്സിനൊരു സന്തോഷമൊക്കെ കൊടുക്കണം. അവരെല്ലാവരും ഒരു വണ്ടി കയറ്റി കൊണ്ടുപോകണം. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. ഹറാമൊന്നുമല്ല, നല്ല ഹലാലായത് കാണിച്ചു കൊടുക്കുക. അത് ഇക്കാലത്ത് അത്യാവശ്യമാണ്. ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ മാറണമല്ലോ. അപ്പോൾ ഹലാലായ ഒരു യാത്രയൊക്കെ നടത്തുക, അത് പഠിപ്പിക്കുന്നുണ്ട് ഇസ്രാ മിഅ്റാജ്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിന് വലിയ ദുഃഖം വിഷമമുള്ള സമയത്ത് അതിനൊരു അറുതി ഉണ്ടാവാൻ, മനസ്സിനൊരു വിശാലത ഉണ്ടാവാൻ, സന്തോഷം ഉണ്ടാവാൻ അള്ളാഹു തആല കൊണ്ടുപോയതാ, അള്ളാഹുവിലേക്ക് കൊണ്ടുപോയി. അള്ളാഹു തആല 7 ആകാശത്തിൻ്റെ മുകളിലായതുകൊണ്ടല്ല കേട്ടോ. അങ്ങനെയായിട്ട് മനസ്സിലാക്കണ്ട. അള്ളാഹു തആല 7 ആകാശത്തിൻ്റെ മുകളില. 7 ആകാശത്തൊക്കെ പറഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ, എൻ്റെ മുകളിലോ. അള്ളാഹു തആല ലോകത്തെങ്ങനെ അള്ളാഹു തആല ലയിക്കുമോ? അള്ളാഹു ലോകേതരനാണ്, ലോകത്തിൻ്റെ ആവശ്യമില്ലാത്തവരാണ് അള്ളാഹു. ലോകത്തെ പടക്കുന്നതിന് മുമ്പേ അല്ലല്ലേ, അള്ളാഹു മാത്രല്ലേ ലോകത്തിന് വേണ്ടി അള്ളാഹു തആല ഒരു ചെറിയ പോയിന്റ് ലോകത്തിന് വേണ്ടി അള്ളാഹു തആല തന്നത്. ആ അള്ളാഹുവിനെയാണ് കണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ഈ ഇസ്രാ മിഅ്റാജിന്റെ ടൈമിൽ ആയിഷ ബീവി വിവാഹം ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിൻ്റെ 1 വർഷം മുമ്പാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടാവുന്നത്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഇസ്രാ മിഅ്റാജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞാൻ എല്ലാ രാത്രിയും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്ത് നിന്ന് ഇല്ലാതായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്താ എൻ്റെ ഉദ്ദേശം? അപ്പോൾ ഇസ്രാ മിഅ്റാജ് ഇല്ല എന്ന് അതല്ല. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 34-35 ഇസ്രാ മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്. 35 പ്രാവശ്യം മുത്തനബിക്ക് മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പ്രാവശ്യം നുബുവത്ത് പ്രഖ്യാപനത്തിൻ്റെ മുമ്പാ. നുബുവത്തിൻ്റെ മുമ്പ് എന്നല്ല പറയാം, നുബുവത്തിൻ്റെ മുമ്പ് എങ്ങനെ ഇസ്രാ മിഅ്റാജ് ഉണ്ടാവും? മുത്തനബി ജനിക്കുമ്പോഴാണ് നബിയായിട്ടാണ് ജനിക്കുന്നത്. നുബുവത്ത് പ്രഖ്യാപനമാണ് 40-ാം വയസ്സിലുണ്ടായത്. നിങ്ങൾ ഞാൻ നബിയെന്ന് പറഞ്ഞോളി, ഇതുവരെ എങ്ങൊക്കെ അറിയുള്ളൂ നബിയാന്നുള്ളത്. മുത്തനബിക്കല്ല ആദ്യം നുബുവത്ത് കിട്ടിയത്. മുത്തനബിക്ക് ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ അള്ളാഹു പടച്ചു വെച്ചപ്പോഴേ മുത്തനബിക്ക് നുബുവത്ത് കിട്ടിയിട്ടുണ്ട്. ആ നുബുവത്ത് പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങളിലേക്കൊക്കെ ഉള്ള നബിയാന്ന് പ്രഖ്യാപിക്കാൻ. അപ്പോൾ നുബുവത്ത് പ്രഖ്യാപനത്തിൻ്റെ മുമ്പ് ഒരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ മിഅ്റാജ് ഇസ്രാ ഉണ്ടായിട്ടുണ്ട്. ഉറക്കത്തിൽ വലിയ സംഭവം ഉണർവിലുണ്ടാവുമ്പോൾ, അത് അനുഭവിക്കുമ്പോൾ അതിൽ ഒരു അമ്പരപ്പില്ലാതിരിക്കാൻ ഉറക്കത്തിലൊന്നുണ്ടാവും. പിന്നെ 33 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്. അത് ഔലിയാക്കന്മാർക്കൊക്കെ ഉണ്ടാവണ ശരീരത്തോട് കൂടെ അല്ലാത്ത മിഅ്റാജ് ഔലിയാക്കന്മാർക്കൊക്കെ ഉണ്ടാവും. മൊയ്‌ദി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, എന്ത് വഫിദ്ദുർറത്തിൽ ബൈളായി കാന ഇജ്തിമാഉനാ വഫീ ഖാബി ഖൗസൈനി ഇജ്തിമാഉൽ അഹിബ്ബതി. ഞാനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ ആ എൻഡിങ് പോയിന്റ് ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് വരെയൊക്കെ ഞാനും പോയിട്ടുണ്ട്. ഞാനവിടെ ഒരുമിച്ച് കൂടലുണ്ട്. അതാണ് മൊയ്‌ദീൻ മാലി പറഞ്ഞത്, ലോകത്തൊരു വലിയും എത്താത്ത സ്ഥലത്തേക്ക്, അതുവരെ ഒരു വലിയും എത്താത്ത സ്ഥലത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് മൊയ്‌ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ. അത് ഏത് എത്തല? അത് മൊയ്‌ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലുള്ള അതേ ശരീരത്തോടു കൂടെ അല്ല, വീട്ടിലൊരു ശരീരം ഉണ്ടാവും, അതോടുകൂടെ ഒരു ആത്മീയ പോക്കാണത്. അത് ഔലിയാക്കന്മാർ പലരും ആ മിഅ്റാജ് നടത്തിയിട്ടുണ്ട്. അതേ മിഅ്റാജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 33 പ്രാവശ്യം നടത്തി. ഹിജ്റ പോയിന്റ് ശേഷമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പക്ഷേ ചില സ്വഹാബത്തിനോട് പങ്കുവെച്ചിട്ടുണ്ടാവും. അപ്പം സ്വഹാബത്ത് ചർച്ച ചെയ്തിട്ടുണ്ടാവും മുത്തുനബി മിഅ്റാജ്ക്ക് ഏത് ഹിജ്റയുടെ ശേഷവും മിഅ്റാജ് പോയി എന്നുള്ളത്. ആയിഷ ബീവി അതാ നിഷേധിച്ചത്.
ഞാൻ മുത്തനബിയുടെ അടുത്ത് വന്നതിൻ്റെ ശേഷം ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് നടത്തിയിട്ടില്ല. ആയിഷ ബീവി ധരിച്ചത് മറ്റേ മിഅ്റാജാ, ആ മിഅ്റാജ് അല്ലത്, ഇത് വേറെ മിഅ്റാജാണ്. അപ്പോൾ ശരീരത്തോടു കൂടെയുള്ള മിഅ്റാജ് ഒരു പ്രാവശ്യമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി 33 പ്രാവശ്യം മിഅ്റാജ് ആത്മീയ മിഅ്റാജാണ് ഉണ്ടായത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അന്ന പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് പിഴവ് സംഭവിച്ചൊന്നുമില്ല. കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലേ എന്ന് സ്വഹാബത്തിൻ്റെ അടിയിൽ രണ്ടഭിപ്രായമൊന്നുമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുന്നുണ്ട്, റസൂലുള്ളാഹി മിഅ്റാജിൻ്റെ രാത്രി അള്ളാഹുവിനെ കണ്ണുകൊണ്ട് തന്നെ കണ്ടു. കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. മുഖത്തുള്ള കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കണ്ടു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ വ്യക്തമായി കുറേ സ്വഹാബിമാരുടെ പ്രസ്താവനയുണ്ട്. പക്ഷെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്തു നിന്ന് പലരും ഇങ്ങനെ പ്രസ്താവിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ആയിഷ ബീവി അഫ്ഖഹു സ്വഹാബ അഅഖലു സ്വഹാബ, സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പണ്ഡിതയും ബുദ്ധിമതിയുമാണ് എന്ന് പറഞ്ഞല്ലോ. ആ ആയിഷ ബീബി ചിന്തിച്ചു, ജനങ്ങൾ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹനെ കണ്ണുകൊണ്ട്, മുഖത്തുള്ള കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയുടെ പാണ്ഡിത്യമാണത്. അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യത്തെ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് കണ്ണുകൊണ്ടോ ഏതുകൊണ്ടെങ്കിലും കാണാൻ കഴിയുമോ? കഴിയൂല, ആർക്കും കാണാൻ കഴിയൂല. ഖുർആൻ പറഞ്ഞതാ, ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. അള്ളാഹുവിനെ ഒരൊറ്റ കണ്ണിനും അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യം കാണാൻ കഴിയൂല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതാ ആയിഷ ബീവി ആ ആയത്തോതി, നിങ്ങളിങ്ങനെ കണ്ടു 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 എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അള്ളാഹുവിനെ തെറ്റിദ്ധരിക്കും. ഒരു സൃഷ്ടിക്ക് അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യം കാണാൻ സാധിക്കുമെന്ന് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് ആ വാക്ക് പറയരുത്. എൻ്റെ കുഫത്ത് ഷഅറത്തി, ആയിഷ ബീവി പറയാണ്, എൻ്റെ രോമം എടുത്തു പിടിക്കുന്നു, എനിക്ക് വിറയിൽ സംഭവിക്കുന്നു. നിങ്ങൾ എന്താണ് പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്തിൻ്റെ ഗൗരവമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അള്ളാഹുവിനെ കാണുകയോ, അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യം കാണുകയോ, അള്ളാഹുവിൻ്റെ പ്രാദുർഭാവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രാദുർഭാവം അനുഭവിക്കും. സ്വർഗത്തിലെ മുഅ്മിനീങ്ങളൊക്കെ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ അള്ളാഹുവിൻ്റെ പ്രാദുർഭാവം കാണും, അള്ളാഹുവിനെ കാണും. അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യം അല്ല കാണുന്നത്. അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യം കാണാൻ അള്ളാഹുവിനല്ലാതെ ഒരു സൃഷ്ടിക്കും, ഒരു കണ്ണിനും, ഒരു സാധനത്തിനും കഴിയൂല, അടിച്ചു പോകും. അതിനുള്ള കഴിവ് അള്ളാഹുവിൽ ഒന്നിന് കൊടുത്ത ആ വസ്തു രണ്ടാമല്ലാണ്ടി വരും. അതാ അള്ളാഹു പറഞ്ഞു, ലാ തുദ്രികുൽ അബ്സാർ. സ്വർഗത്ത് കാണുന്നത്, അള്ളാഹുവിനെ കാണുന്നത്, അള്ളാഹുവിൻ്റെ തജല്ലിയെ കാണുന്നു. ആ സ്വർഗത്ത് നാം കാണാൻ പോകുന്ന തജല്ലിയുടെ ഏറ്റവും നല്ല തജല്ലി, പൂർണ്ണമായ തജല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാത്രി കണ്ടു എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. കണ്ടു എന്ന് പറയുന്നവർ അതാ പറഞ്ഞത്. കണ്ടിട്ടില്ല എന്ന് പറയുന്നവർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യം കണ്ടിട്ടില്ല, അത് കാണുകയുമില്ല. ചുരുക്കത്തിൽ നമുക്ക് ഈ മിഅ്റാജിൻ്റെ രാത്രി നമുക്ക് കിട്ടിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുന്നു തന്നത് നിസ്കാരം. ഞാൻ എൻ്റെ സംസാരം ചുരുക്കി, നിങ്ങൾ ക്ഷമിക്കണം. ഇന്നിപ്പോൾ കുറച്ച് നീണ്ടല്ലോ, ഞാൻ നീട്ടലില്ല, കുറേ ആയിട്ട് ഇപ്പോൾ നീട്ടലില്ല. ഇന്നിപ്പോൾ നീണ്ടത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ്. അതിനെ നമ്മൾ അല്പം എന്താണ് മിഅ്റാജ് എന്ന് നമ്മൾ മിഅ്റാജ് എന്ന് വിശദീകരിച്ചിട്ടില്ല. മിഅ്റാജിൻ്റെ ഗൗരവം മാത്രമേ വിശദീകരിച്ചിട്ടുള്ളൂ. അല്പം പറയാതിരിക്കാൻ പറ്റുമോ? പിന്നെ നിസ്കാരം, മിഅ്റാജിൽ നിന്ന് കിട്ടിയ നിസ്കാരം, ആ നിസ്കാരത്തെ പറ്റി ഉൾക്കൊള്ളാഞ്ഞാൽ പറ്റുമോ? നിസ്കാരം ഇല്ലെങ്കിൽ പിന്നെ കാഫിറായതിന് തുല്യ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, ഞാനും നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ആ ഫർളും സുന്നത്തൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സുന്നത്തില്ലെങ്കിൽ ഫർളെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നും ഇങ്ങനെ അല്ലാഹു ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ എന്ന് പറയാൻ സമയം ഉണ്ടാവില്ല കേട്ടോ. എല്ലാ കൊല്ലം കുറേ കൊല്ലം, എനിക്ക് 50 കൊല്ലം ഇനിയും എനിക്ക് അല്ലാഹു ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ എന്ന് പറയാൻ പറ്റുമെന്ന് കരുതണ്ട. എപ്പോഴാണ് ഈ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ എന്ന്
തീരുക എന്ന് പറയാൻ പറ്റൂല. നമ്മളിതെപ്പോഴാണ് തീരുക എന്ന് പറയാൻ പറ്റൂല. എല്ലാവരും പാടെ തീരാനുമായി. എല്ലാവരും പാടെ ബാരിക്കലേനെ ഒപ്പണ് തീരും. അതിനും സമയമായിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കുറേ കാലം ഇതിങ്ങനെ അങ്ങനെ പോയിക്കോളും എന്ന് വിചാരിക്കണ്ട. അപ്പം അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വിത്തറും റവാത്തിബും ഒക്കെ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് റജബ് നമുക്ക് തരുന്ന സന്ദേശം. നിസ്കാരം ഖളാ ആവാതെ നിസ്കരിക്കുക. സുന്നത്ത് റവാത്തിബ് ഖളാ ആവാതെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. ഖളാ ആയി പോയാൽ ഖളാ വീട്ടാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഭക്തിയോടെ നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സയ്യിദനാ മുഹമ്മദ്.